നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി മാടിച്ചന്തയുടെ വീഡിയോ ആണ്. ഇന്ന് ശനിയാഴ്ച രാവിലെ 7 മണിക്ക് തന്നെ മാടിച്ചന്ത തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കിളിമാനൂർ ആടിച്ചന്തയുടെ വീഡിയോ കഴിഞ്ഞാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഒരുപാട് പോത്തുകളും മൂരികളും പശുക്കിടാവുകളെല്ലാം വന്നിട്ടുണ്ട്. പശുക്കുട്ടി വളർത്തുകുട്ടികളെല്ലാം വന്നിട്ടുണ്ട്. മൂരിക്കുട്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ വില നിലവാരമെല്ലാം നോക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് കറവയുള്ള പശുക്കളൊക്കെ ദാ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. പോത്ത്, എരുമ, മുരിക്കുട്ടികളൊക്കെ ദാ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ഇവിടെ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ചന്ത ദിവസം. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ ഒരു കാളയുടെ പിടിവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. 500-1000 രൂപ വ്യത്യാസത്തിൽ നിൽക്കുകയാണ്. ഒരു കുട്ടിയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. പോത്ത് കുട്ടികൾ കുറവാണെന്ന് ചന്തയിൽ. വലിയ പോത്തുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇവിടെ അത് കച്ചവടമായെന്ന് തോന്നുന്നു. അതിനെ കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ 2 വലിയ പോത്തുകൾ നിൽപ്പുണ്ട്. വരവ് പോത്താണ്, നാടനല്ല. ഇന്ന് ലോഡിൽ വന്ന വലിയ 2 പോത്തുകളാണ്. വില ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ. 75,000, 70, 75 ആ റേഞ്ചിലാണ് ചോദിക്കുന്നത്. ഇവിടെ 3 പോത്ത് കുട്ടികൾ നിൽപ്പുണ്ട്. 4 പോത്ത് കുട്ടികൾ നിൽപ്പുണ്ട്. 18 രൂപ, 20 രൂപ ആ റേഞ്ചിലൊക്കെയാണ് പോത്തുകുട്ടിക്ക് വില ചോദിക്കുന്നത്. 20,000, 18,000 ആ റേഞ്ചിൽ. വലിയ എരുമകളുണ്ട്. ഒരു 40,000 രൂപയ്ക്ക് മുകളിൽ വിൽപ്പന നടക്കുന്ന വലിയ എരുമകളും ഒരുപാട് വന്നിട്ടുണ്ട് ഈ ആഴ്ച. പോത്തുകുട്ടികളാണ് ഈ ഭാഗത്തേക്കണേ. അത്യാവശ്യം നല്ല ഇടനീളോ ഹൈറ്റുള്ള കുട്ടികൾ തന്നെയാണ്. ഒരു 16-17 രൂപയ്ക്കകത്തൊക്കെ വിൽപ്പന നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു റേറ്റിന് കിട്ടും. പോത്തുകുട്ടികളെ സീസൺ അല്ല ഇപ്പോൾ. ഇവിടെ ഒരു മൂരിക്കുട്ടിക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 10,500, 12 റേഞ്ചിലൊക്കെ പറയുന്നുണ്ട്. ഇവിടെ 2 വളർത്ത് പോത്ത് വീടുകളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 2 1,30,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 1,30, 1,25 കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. നല്ല വലിയ 2 പോത്തുകൾ തന്നെയാണ്. ഇപ്പോൾ വലിയ പോത്തിനൊന്നും സീസണല്ല. കല്യാണ പാർട്ടിക്കാരെ ആരെങ്കിലും നേർച്ചക്കാരൊക്കെ വരികയാണെങ്കിൽ, പാല് കാഴ്ച അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാത്രമേ വലിയ പോത്തുകൾക്ക് ഡിമാൻഡുള്ളൂ. അല്ലെങ്കിൽ ഇനി ഒരു 2 മാസം കൂടെ കഴിയണം. വലിയ പോത്തുകൾക്കൊക്കെ വമ്പൻ ഡിമാൻഡാണ്. പെരുന്നാളിനടുത്ത് വരണം. മാർച്ച് ആദ്യവാരത്തോടുകൂടി നോമ്പ് തുടങ്ങും. വലിയ പോത്ത് തന്നെയാണ്. നമ്മൾ വീഡിയോ കാണുന്ന കണക്കല്ല. ഇവിടെയും വലിയ പോത്തുകൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. 60,000, 55,000 ആ റേഞ്ചിലൊക്കെ പറയുന്ന പോത്തുകൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ഒരു പോത്ത് കച്ചവടമായിരിക്കുകയാണ്. എരുമയുണ്ട്. ഒരുപാട് എരുമകളും വന്നിട്ടുണ്ട്. മീറ്റ് ആവശ്യത്തിന് പറ്റിയ എരുമകൾ. ഡബിൾ കയറിൽ നിൽക്കുന്നൊരു മൂരി ഇവിടെ നിൽപ്പുണ്ട്. ആളൊരു കില്ലാടി തന്നെയാണ്. 50 രൂപ ആ റേഞ്ചിലാണ് ചോദിക്കുന്നത്. ഡബിൾ കയറിലാണ് ഇട്ടേക്കുന്നത്. ഈ ഭാഗത്തും പോത്തുകൾ നിൽപ്പുണ്ട്. കുടികളിൽ നിന്ന് വന്ന പോത്തുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. വരവല്ല. കുടികളിൽ നിന്ന് വരുന്ന പോത്തുകൾക്കാണ്, വളർത്തു പോത്തുകൾക്കാണ് കൂടുതലും നല്ല ടേസ്റ്റ്. നാടൻ പോത്തുകൾക്ക് ഇറച്ചിക്ക് നല്ല ടേസ്റ്റാണ്. അതുമാത്രം തിരക്ക് വരുന്നവരുണ്ട്. ഈ നിൽക്കുന്ന വലിയ പോത്തൊക്കെ വരവ് പോത്താണ്. ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന പോത്തുകളാണ്. എരുമയാണ് ഈ ഭാഗത്ത് നിൽക്കുന്ന കൂടുതലും. എരുമ ഈറ്റാവശ്യത്തിന് പോകുന്ന എരുമകളാണ്. എരുമയും മൂരിയൊക്കെ ആ ഭാഗത്ത് കൊണ്ട്. മൂരി ഒരുപാട് വന്നിട്ടുണ്ട്. ഒരു ലോഡ് മൂരിക്കൾ വന്നിട്ടുണ്ട്. വലിയ പോത്താണ്. ഇതും വരവ് പോത്താണ്. ആ സൈഡിൽ ഒരു വലിയ പോത്ത് നിൽപ്പുണ്ട്. അതിനെ നമുക്ക് പോയിന്ന് കാണാം. വരവും പോത്തുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം. ഏകദേശം ഒരു 2 കിൻ്റലൊക്കെ വരും തോന്നുന്നു കണ്ടാറൊക്കെ. ഒരേ സൈഡിലും ഒരേ വെട്ടാണ്. മൊത്തം വെട്ടി കൂട്ടുന്ന സ്ഥലമുണ്ട്, മീറ്റ് മാത്രം കൊടുക്കുന്ന സ്ഥലമുണ്ട്. നമ്മളിവിടെയൊക്കെ മീറ്റ് മാത്രമാണ് കൊടുക്കുന്നത്. ഇവിടെ എരുമയും പോത്തുകുട്ടികളും ഉണ്ട്, മൂരിക്കുട്ടികളുണ്ട്, വലിയ മൂരികളുമുണ്ട്.
ഇതെല്ലാം മീറ്റ് ആവശ്യത്തിന് പോകുന്ന മൂരികളാണ് ഈ ഭാഗത്ത് കിടക്കുന്നത്. മൂരിക്കുട്ടികൾ കുട്ടിയെല്ലാം വലുത് തന്നെയാണ്. ഒരു 100 മുകളിൽ മീറ്റ് വരുന്ന മൂരികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. 45,000, 50,000 ആ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കുന്ന മൂരികൾ ഇതായി ഭാഗത്തുണ്ട്. നമ്മുടെ ചന്തയിലെ ഷിബു ഇതാ ഇവിടെ നിൽപ്പുണ്ട്. അതെല്ലാം ചെറിയ മൂരിക്കുട്ടികൾ നിൽപ്പുണ്ട്. വളർത്താൻ പറ്റിയ മൂരിക്കുട്ടികൾ ഇതായി ഭാഗത്ത് നിൽപ്പുണ്ട്. ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ്. ഇവിടെ ഒരു ഗീറിൻ്റെ മൂരിക്കുട്ടൻ വന്നിട്ടുണ്ട്. നമുക്കതിനെ പോയി കാണാം. ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ്. ഗീർ ഇനത്തിൽപ്പെട്ട മൂരിക്കുട്ടി എന്ന് ചന്തയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നതാണ്. നാടൻ മൂരിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. HFൻ്റെ വലിയ മൂരികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. 50,000, 60,000 ഒക്കെ ചോദിക്കുന്ന മൂരികളാണ്. ആ നിൽക്കുന്ന ഒരു ഗീറിൻ്റെ മൂരിക്കുട്ടൻ 22 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 22,000 രൂപയാണ് ചോദിക്കുന്നത്. ഇവിടെ 15 രൂപ 16 രൂപയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ. 25,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. കാലെടുത്ത് അടിക്കുന്നുണ്ട്. 17,500 വരെ പറഞ്ഞിട്ടുണ്ട് ഈ ഗീറിൻ്റെ മൂരിക്ക്. 17,500. അവർ 20 രൂപയ്ക്കാണ് ലാസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെവിടെ ഒരു എരുമയുടെ കച്ചവടം നടക്കുകയാണ്. 25 രൂപ തീർത്ത് കിട്ടിയാലേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നത്. ഈ ഒരു എരുമ വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ തന്നെയാണ്. ഇതെല്ലാം കച്ചവടം കഴിഞ്ഞാൽ പശുവും മൂരിക്കുട്ടികളൊക്കെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഒരുപാട് കന്നുകൾ വന്ന് ഈ ആഴ്ച. വലിയ പോത്തുകളാണ് ഒരുപാട് വന്നത്. പക്ഷേ വലിയ പോത്തുകളൊന്നും അങ്ങനെ എടുക്കാൻ ആരുമില്ല. പശുവും മൂരി ഇതിനൊക്കെ എടുക്കാനാണ് ഒരുപാട് പേര് വന്നിരിക്കുന്നത് ഇന്ന് ചന്തയിൽ. എന്തായാലും വില കൂടി തന്നെയാണ് നിൽക്കുന്നത്. ചെറിയ മൂരികളൊക്കെ ഇവിടെ ഉണ്ട്. കച്ചവടം കഴിഞ്ഞതാണ് ഇതെല്ലാം. ഈ മൂരിക്ക് 40,000 രൂപ ചോദിക്കുന്നുണ്ട്. ആ വെള്ള മൂരിക്ക്. തമ്പിയെണ്ണം കൊണ്ടുവന്ന പോത്താണ്. 2 വലിയ പോത്ത്. 130 ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും വില പറയുന്നില്ലെന്ന് തോന്നുന്നു. ഇത്രയും സമയമായിട്ടും അത് വിറ്റ് പോയിട്ടില്ല. 130 രണ്ടിനും കൂടെ ചോദിക്കുന്നുണ്ട്. ചെറിയ പോത്തുകളൊന്നും വിറ്റ് പോയിട്ടില്ല. പോത്തുകുട്ടിയുടെ സീസണല്ലേ, ഉണക്കായതുകൊണ്ട്. എന്നാലും കുട്ടിക്ക് വിലയുണ്ട്. അടുത്ത ഒരു വണ്ടിയിൽ 2 പശുക്കൾ വന്നിട്ടുണ്ട്. HFൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പുറത്തേക്കുന്ന ഒരു കറുത്ത പശുവാണ്. അങ്ങനെ ഗീറിൻ്റെ മൂരിക്കുട്ടൻ കച്ചവടമായിരിക്കുകയാണ്. 18,000 രൂപയ്ക്ക്. 18 രൂപയ്ക്ക് കച്ചവടമായിരിക്കുകയാണ്. 17,500 വരെ വേറൊരു പാർട്ടി പറഞ്ഞതാണ്. 18 രൂപയ്ക്ക് അങ്ങനെ കച്ചവടമായിരിക്കുന്നു ഗീറിൻ്റെ മൂരിക്കുട്ടൻ. 18,000 രൂപയ്ക്ക്. വലിയ എരുമകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. 8:30 മണിയായി. ചന്ത ഇപ്പോഴും ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് 36,000 രൂപയായിട്ട് ഇപ്പോൾ ഒരു പാർട്ടി മേടിച്ചിരിക്കുകയാണ്. 36 രൂപയ്ക്ക്. 40 രൂപ പറഞ്ഞു, 31 പറഞ്ഞു, 32 പറഞ്ഞു, 36 അവസാനം കച്ചവടമായിരിക്കുകയാണ്. അവിടെ 2 മൂരികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. 2 മൂരിക്കുട്ടികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. ചെറിയ മൂരികളൊക്കെ ഒരുപാട് വന്നായിരുന്നു ഇന്ന് ചന്തയിൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോടെ നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കെ, ബായ്.